ഹൗസ് ഓഫ് ദ ഡ്രാഗൻ്റെ സീസൺ 3 എപ്പിസോഡ് 4 പേര് ടംബിൾട്ടൺ എന്നായിരുന്നു. ഇതാണ് ഇപ്പോൾ ഒരു സ്ട്രാറ്റജിക് പോയിൻ്റായിട്ട് ഇവർക്കുള്ളത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടംബിൾട്ടൺ ഒരു സാക്ക് ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ഓർമണ്ടിൻ്റെ ഹൈ ടവർ ആർമി ഇപ്പോൾ ടംബിൾ ടൗണിലാണുള്ളത്. എല്ലാ ത്രെഡ്സും റെനേറയ്ക്ക് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പുതിയൊരു ത്രെട്ടുമായിട്ട് ഓർമണ്ട് വന്നത്. കാരണം എയ്ഗോണില്ല, എയ്മണ്ട് കാണാനില്ല, എങ്ങോട്ടോ പോയി ഹാരൻഹെല്ലിലേക്ക് പോയി. സോ ഒരു വലിയ ത്രെട്ടായിട്ട് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഹൈ ടവർ ആർമിയാണ്. ഇവർ ഈ കിങ്സ് ലാൻഡിങ്ങിന് തൊട്ടടുത്തുള്ള ടംബിൾ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലം അവർ സാക്ക് ചെയ്ത്, അത് ആക്ച്വലി റെനേറയുടെ സപ്പോർട്ടേഴ്സായിട്ടുള്ള കുറച്ച് ആൾക്കാരായിരുന്നു. ആൻഡ് അത് അത്ര വലിയ ഒരു വാർ സോണൊന്നുമല്ല, ഒരു നോർമൽ ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ ഡിഫൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ജസ്റ്റ് ഒരു ന്യൂട്രലായിട്ട് എന്നാൽ റെനേറയ്ക്ക് ഒരു സപ്പോർട്ടേഴ്സായിട്ട് നിന്നുണ്ടായിരുന്ന ആൾക്കാരെന്ന് മാത്രമേ ഉള്ളൂ. സോ അവിടേക്കാണ് ഇപ്പോൾ ഓർമൻഡ് കയറി ചെന്നിട്ടുള്ളത്. ഓർമൻഡിൻ്റെ കൂടെ ഡെയ്റോൺ ഉണ്ട്. ഡെയ്റോണെ വെച്ചിട്ട് ഓർമൻഡ് നടത്തുന്ന ഒരു മാസ്റ്റർ പ്ലാനൊക്കെ നമുക്ക് ഇതിൻ്റെ അവസാനം നമ്മൾ കണ്ടതാണ്. സോ അതിലേക്ക് അവസാനം വരാം. സോ ഡെയ്റോണിൻ്റെ കൂടെ ടെസറൻ എന്ന് പറഞ്ഞൊരു ഡ്രാഗൺ ഉണ്ട്. സോ ഇങ്ങനെ ഈ ടംബിൾ ടൗൺ സാക്ക് ചെയ്യുന്നതായിരുന്നു, അല്ലെങ്കിൽ ടംബിൾ ടൗണിനെ ചുറ്റിപ്പറ്റിയിട്ടൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കം വാങ്ങലിൽ കാണിച്ചത്. ആക്ച്വലി നമ്മുടെ ഹ്യൂ ഹാമർ, റെനേറയുടെ കൂടെയുള്ള ഡ്രാഗൺ റൈഡർ ആയിട്ടുള്ള ഹ്യൂ ഹാമറിൻ്റെ വൈഫൊക്കെ ഉള്ളത് ഈ ഒരു സ്ഥലത്താണ്. ഈ ഒരു ഹ്യൂവിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് തന്നെ ഈ ഒരു ഓർമണ്ടിൻ്റെ ആൾക്കാർ കയറി ചെല്ലുന്നു. അവിടെ അവർ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണും. ഇങ്ങനെ വന്ന സമയത്ത് റെനേറയ്ക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ നടത്തണം. സോ അതിന് വേണ്ടിയിട്ട് ഹ്യൂ ഹാമറിനെ അങ്ങോട്ടേക്ക് തന്നെ മൂപ്പരെ തന്നെ കാണാം. ആദ്യം ഉൾഫൈറ്റിന് വിടാന്നായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഹ്യൂവിനെ അങ്ങോട്ട് വിടാന്നുള്ളൊരു പ്ലാനിലെത്തി. കാരണം ഹ്യൂ തന്നെ വന്ന് പറയുകയാണ്, കാരണം എൻ്റെ ഭാര്യ ഉണ്ട് അവിടെ. സോ ഒരു സർവൈലൻസ് എന്ന രീതിയിൽ അവിടെ എന്തൊക്കെയാണ് നടക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല, ഞങ്ങളവിടെ ഉണ്ട്, ആ പരിസരത്ത് ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാഗണെ വെച്ച് ഒരു റൈഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സർവൈലൻസിന് വേണ്ടിയിട്ടാണ് ഹ്യൂ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. ആൻഡ് ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഡെയ്റോൺ ഉണ്ട്. ഡെയ്റോൺ എങ്ങനെയൊക്കെ സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് ആലിസണിനൊക്കെ പോയി കാണുന്നുണ്ട് പറഞ്ഞേര്. അതിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നും മൂപ്പർക്ക് കിട്ടിയില്ല. ആകെ നമ്മുടെ ഈ ഓർമണ്ടിന് മറ്റേ സ്മെല്ലിന് എന്തോ സെൻസിറ്റിവിറ്റി ഉണ്ട്, അങ്ങനെ എന്തോ ഒരു സംഭവം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ അത് വെച്ചിട്ട് ഇനി റെനേറെ എന്താ ചെയ്യാൻ പോകണമെന്നൊരു ഐഡിയ ഇല്ല, നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ ഈ ഒരു പോയിന്റ് മാത്രമായിരുന്നു എക്സ്ട്രാ അലിസൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. ദെൻ ഈ ഒരു എപ്പിസോഡിൽ അലിസനും ഹെലേനയും തമ്മിൽ റിവീൽ ചെയ്ത് വലിയൊരു സാധനങ്ങളിൽ ഒന്ന് ഈ ഹെലേന പ്രഗ്നൻ്റ് ആണെന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി ബുക്കിൽ ഈ ഒരു ഇവൻ്റൊക്കെ നടക്കുന്ന സമയത്ത് ഹെലേന പ്രഗ്നൻ്റ് എന്നല്ല, ആക്ച്വലി ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, ഒരു 2-3 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. സോ ആക്ച്വലി ആ ഒരു കുട്ടിയാണ് അടുത്ത അയൺ ത്രോണിലുള്ള ഒരു സക്സസർ. സോ ഈ കുട്ടി ഇങ്ങനെ പ്രഗ്നൻ്റ് ആക്കിയിട്ട് ഒരു ഷോയിൽ ഇവരിങ്ങനെ കാണിച്ചിട്ടുള്ളത് ഒരു പക്ഷേ അത് ആലിസണ്ടിനെ സംബന്ധിച്ചും ഹെലേനെ സംബന്ധിച്ചൊക്കെ വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ ഒരു കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അടുത്ത ലൈൻ ഓഫ് സക്സഷനാണ്. അതായത് അടുത്ത റെനേറയ്ക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒപ്പോസിഷൻ ആൾക്കാരിൽ ഒരാളാണ് ഈ വരാതിരിക്കുന്ന കുട്ടി. സോ അതൊരു വലിയ ത്രെട്ടാണെന്ന് കണ്ട് റെനേറെ എന്ത് ചെയ്യുന്നുള്ള ആ ഒരു പ്രശ്നമാണ് അലിസൻറ്റ് കാണിക്കുന്നത്. സോ അങ്ങനെ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്ത് അതിനിടെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ദെൻ എയ്ഗോണും നമ്മുടെ ലാരിസും കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മളൊരു രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടാണ് ട്രയാർക്കയുടെ കയ്യിൽ നിന്നൊക്കെ. ഇവരിങ്ങനെ പോയി ഇവരിപ്പോൾ എത്തിയിട്ടുള്ളത് റൂക്സ് റെസ്റ്റിലാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ നേരെ പോകുന്നത് ഇങ്ങോട്ടാണ്. കാരണം ഇവിടെ മൂപ്പരുടെ ഡ്രാഗൺ ഉണ്ട്, പിന്നെ സൺഫയറിനെ പോയി കണ്ടു. സൺഫയറൊക്കെ ഡെഡ് ആയിരുന്നു എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ബെയില, നമ്മുടെ ഡെയ്മൺ അയച്ചിട്ട് ബെയില പോയിട്ട് ഒരു സർവൈലൻസ് പോയി വന്നു, റൂക്സ് റെസ്റ്റിൻ്റെ ചുറ്റിനും പോയി വന്നപ്പോൾ അവിടെ 2 ഡ്രാഗൺ ഡെഡായി കിടക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ മെയിലീസാണ്, നമ്മുടെ മറ്റേ മെയിലീസ് തന്നെയായിരുന്നു, അതെ മെയിലീസ് തന്നെയാണ്. റെയിനീസിൻ്റെ ഡ്രാഗൺ നമ്മൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ ആ ഒരു 3 ഡ്രാഗണും തമ്മിലുള്ള ബാറ്റിൽ നമ്മൾ കണ്ടാണ് എയ്മണ്ടിൻ്റെ വാഗാർ വന്നിട്ട് എല്ലാത്തിനും ചാമ്പി വിട്ടുമായിരുന്നു. അവിടെ ഓൾറെഡി 2 ഡ്രാഗൺ മരിച്ചു കിടക്കുന്നുണ്ട്. ഒന്ന് ഈ പറയുന്ന നമ്മുടെ സൺഫയറും ദെൻ മെയിലിസ് ആക്ച്വലി ആ ഒരു മറ്റേ കോട്ടയുടെ അകത്തായിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ അവശിഷ്ടമൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. മറ്റേ തലയൊക്കെ വെച്ചിട്ട് അതിനകത്താണ് അതിൻ്റെ തൊട്ടടുത്താണ് ഇവർ ടെൻ്റൊക്കെ കൂട്ടി വെച്ചിട്ടുള്ളത്. പക്ഷേ സൺഫയർ തൊട്ട് മറ്റേ കാട്ടിനകത്താണ്. സൺഫയർ വീണ സ്ഥലമൊക്കെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. സോ സൺഫയർ ആക്ച്വലി മരിച്ചിട്ടില്ല എന്നും കൂടി ഒരു ഹിൻറ്റ് ഇവിടെ തന്നു പോകുന്നുണ്ട്. ആക്ച്വലി ഇൻ ദ ബുക്ക് അതൊരു സ്പോയിലർ ആണെന്ന് വെച്ചാണ്. സൺഫയർ ആക്ച്വലി മരിച്ചിട്ടില്ല. അതൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രാഗണാണ്. സൺഫയർ ഭയങ്കരമായിട്ട് ഇൻജോർഡ് ആയിട്ടുണ്ട്. നമുക്ക് പുറമേ നോക്കുമ്പോൾ അത് മരിച്ചായിട്ട് തോന്നും, പക്ഷേ ഡ്രാഗൺ റൈഡറാണ് നമ്മുടെ എയ്ഗോൺ. സോ എയ്ഗോൺ അതുമായിട്ടൊരു കോണ്ടാക്ട് വന്ന സമയത്ത് ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, ഒരു ഡ്രാഗണും ഡ്രാഗൺ റൈഡറും തമ്മിലുള്ള കെമിസ്ട്രി. സോ അങ്ങനെയാണ് എയ്ഗോൺ ഈ സാധനം മരിച്ചിട്ടില്ല, അവിടെ ജീവനോടെ ഉണ്ട്, എന്തെങ്കിലും ഇങ്ങനെ വെയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി മറ്റേ ഓൾഡ് വലേറിയൻ സ്റ്റൈലിലൊക്കെ ചാൻഡ് ചെയ്തിട്ടൊക്കെ മൂപ്പര് നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അതിനൊരു എക്സിബിഷൻ വസ്തുവായിട്ട് കുറേ പേര് വെച്ച് അതിന് പൈസ കൊടുത്ത് കാണിക്കും. അങ്ങനെ കണ്ട പ്രശ്നമാണ്. കാരണം ഇത് എയ്ഗോണാണ്, എയ്ഗോണിൻ്റെ കൂടെ ഉള്ളത് ഒറ്റക്കാലുള്ള ലാരിസ് ആണെന്നൊക്കെ ആൾക്കാർ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഒരു സസ്പിഷൻ ഉണ്ടാവേണ്ട വെച്ചിട്ടാണ് അവർ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ആ ഒരു ചുറ്റുവട്ടത്തൊക്കെ തന്നെ സൺഫയർ എന്നുള്ള ഡ്രാഗണുണ്ട്. എയ്ഗോൺ എപ്പോൾ വേണമെങ്കിലും അതിനടുത്തേക്ക് കോൺടാക്റ്റ് വയ്ക്കാം, അതിനൊക്കെ എപ്പോൾ വേണമെങ്കിലും അത് വെയ്ക്ക് ചെയ്ത് വരാം എന്നുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ കൊണ്ടുവച്ചിട്ടുള്ളത്. ആൻഡ് ആ ഒരു സെറ്റിങ് അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. കാരണം ബുക്ക് വായിച്ചവർക്ക് ഓൾറെഡി അറിയാം അത് മരിച്ചിട്ടില്ല അത്. പക്ഷേ
ഇങ്ങനൊരു ബിൽഡ് ചെയ്ത് നമ്മൾ ഒറ്റയടിക്ക് ഞാൻ വിചാരിച്ചത് കണ്ടതും കണ്ണു തുറക്കുന്നു ആ ഒരു സെറ്റപ്പല്ല, മെല്ലെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ആ ഒരു സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഏഗോൺ ലാരോസിൻ്റെ മെയിൻ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ സൺഫെയറിനെ കണ്ടുപിടിക്കലെന്നല്ല, ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്രാവോസിലേക്ക് പോകണം, നമ്മുടെ നാരോസിലേക്ക് കടന്ന് നമ്മുടെ ഹൗസ് ഓഫ് ഡ്രാഗണിലൊക്കെ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ കലീസിയൊക്കെ ഉള്ള സ്ഥലം, അങ്ങോട്ടേക്ക് ബ്രാവോസിലേക്ക് പോകണം എന്നതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ ഒരു യുദ്ധം, ഈ ഒരു സിവിൽ വാറൊക്കെ ഒന്ന് കെട്ടടിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്ന് ഇവിടെ നിന്ന് റീക്ലെയിം ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലാണ്. അതാണ് ഇവരുടെ മാസ്റ്റർ പ്ലാൻ, ഇവരുടെ രണ്ടുപേരുടെ. അതിന് ഇങ്ങനെ വർക്കാവുന്നുള്ളത് നമ്മൾ ബാക്കി എപ്പിസോഡിൽ കാണും. സോ ഇവരിപ്പോൾ ഉള്ളത് റൂക്സ് റെസ്റ്റിലാണ്. ഇതേ സമയം നമ്മുടെ ഗ്വെയിൻ ഹൈടവറും ക്രിസ്റ്റ്യൻ കോളും കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ തന്നെ ഹാരൻ ഹെല്ലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവരുണ്ടായിരുന്നു. സോ ഡെയ്മൺ വന്നു എന്ന് കണ്ടിട്ട്, എയ്മണ്ട് വന്നു എന്ന് കണ്ടിട്ട്, എയ്മൺ ഡ്രാഗണായിട്ട് വരുന്നത് കണ്ടിട്ട് ഇവർ ഹാരൻ ഹെല്ലിലേക്ക് വരുന്നതാണ്. ഹാരൻ ഹെല്ലിലേക്ക് ഇവർ വന്ന് കയറിയ സമയത്ത് അവിടെ എയ്മണ്ട് ഇല്ല, ആ ഒരു വിച്ചായിട്ടുള്ള ആലിസ് റിവേഴ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. സോ അവിടെയാണ് ക്രിസ്റ്റ്യൻ കോളിൻ്റെ കയ്യിൽ നിന്നെല്ലാം പോകുന്നത്. കാരണം ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് ഈ ചങ്ങായിക്ക് വേണ്ടിയിട്ടാണ് ഇവനൊരുമാതിരി അങ്ങോട്ട് ഇങ്ങോട്ട് പറ്റിച്ച്. കാരണം ഈ എയ്മണ്ടിൻ്റെ ആർമീനും കൂട്ടിയത്, അതായത് വാഗാറിനെ കൂട്ടിയിട്ട് വേണം ഇവർക്ക് നേരെ ടംബിൾട്ടണിലേക്ക് വരാൻ. അതായത് അവിടെ ഓർമണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെയായിരുന്നു ഇവിടെ ഇവരുടെ പ്ലാൻ. പക്ഷേ ആ പ്ലാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ഫെയിൽ ആവുന്ന പോലെയാണ് ഇപ്പോൾ ക്രിസ്റ്റ്യൻ കോളിന് ഫീൽ ചെയ്ത്. സോ ക്രിസ്റ്റ്യൻ കോൾ അവിടെ നിന്ന് ഒരു റേവൺ അയക്കുന്നുണ്ട്. ആ ഒരു റേവൺ നമ്മുടെ ഓർമൺ ഹൈടവറുള്ള ടംബിൾ ടൗണിലേക്ക് വരുന്നുണ്ട്. ഈ എയ്മണ്ടിനെ കാണാനില്ല, വാഗാർ വരില്ല, ഞങ്ങൾ വരുന്നുണ്ട്, പക്ഷേ കൂടെ ഡ്രാഗൺ ഇല്ല എന്നുള്ള ആ ഒരു പോയിന്റിൽ പറഞ്ഞ് നിർത്തിയിട്ടാണ് ഇപ്പോൾ ഗ്വെയിൻ ഹൈടവറും നമ്മുടെ ക്രിസ്റ്റ്യൻ കോളും ഹാരൻ ഹെല്ലിലുള്ളത്. ഇത് കഴിഞ്ഞ് നമ്മുടെ റെനേറിയ, നമ്മുടെ കിങ്സ് ലാൻഡിങ്ങിൽ, അതായത് നമ്മുടെ റെഡ് കീപ്പിനകത്ത് ഈ ഓൾഡ് വലേറിയയുടെ ആ ഒരു പണ്ട് വിസേരീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്കൾപ്ചർ കാണിക്കുന്ന കുറേ സീൻ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി കഴിഞ്ഞ ഫസ്റ്റ് സീസണൊക്കെ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. ഇത് വെച്ചിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു ടൈറ്റിൽ തന്നെ തുടങ്ങിയത്. ഇപ്പോൾ ഒരു ടെപ്പസ്ട്രി ആയിട്ടുണ്ട്, അതായത് മറ്റേ തുന്നുന്ന ആ ഒരു നൂല് തുന്നുന്ന സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ആദ്യം ഇതിൻ്റെ ഒരു ടൈറ്റിൽ ഇൻട്രോ തന്നെ ഈ സാധനത്തിന് ബേസ് ചെയ്തിട്ടാണ്. ഈ ഒരു ഓൾഡ് വലേറിയനെ ബേസ് ചെയ്ത് ഇവർ ഓരോ ലൈൻ ഓഫ് സക്സഷൻ ആയിരിക്കും, ഓരോ ബ്ലഡ് വരുന്ന പോലെ ഒരു സെറ്റപ്പ് ആയിരുന്നു ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് ആക്ച്വലി വിസൈരിസിൻ്റെ ഒരു റീക്രിയേഷൻ ആയിരുന്നു. പണ്ട് വലേറിയ അങ്ങനെയായിരുന്നു. ഞാൻ പണ്ട് കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈവൻ ഹൗസ് ഓഫ് ഡ്രാഗണിൻ്റെ റീക്യാപ്പിലും പ്രിവ്യൂവിലും ഒക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ആക്ച്വലി ഈ ടാർഗേറിയൻസ് വന്നിട്ടുള്ളത് വലേറിയയിൽ നിന്നാണ്. വലേറിയ എന്ന് പറഞ്ഞൊരു വലിയൊരു ഐലൻഡ് ഉണ്ടായിരുന്നു, അതായിരുന്നു അന്നാട്ടിലെ ഏറ്റവും വലിയ കിങ്ഡത്തിലൊന്ന്. ഈ വലേറിയ കംപ്ലീറ്റ് ആയിട്ട് ഒരു അഗ്നിപർവ്വം പൊട്ടിത്തെറിച്ച് കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് നശിച്ചിട്ടുണ്ടായിരുന്നു. അന്നാണ് കുറേ ഡ്രാഗൺസൊക്കെ തന്നെ മരിച്ചത്. ഈ വലേറിയയിൽ ഉണ്ടായിരുന്ന വലിയൊരു ഹൈ സ്റ്റേജുള്ള ഒരു ഫാമിലീസാണ് ഈ വലേറിയൻസും ഈ ടാർഗേറിയൻസും ഒക്കെ തന്നെയുള്ള ഫാമിലീസ്. സോ ഇവർ ഈ ഒരു ഡൂം ഓഫ് വലേറിയ വരുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു നമ്മുടെ ഈ പറയുന്ന വെസ്റ്ററോസിലേക്കും അവിടെ ഡ്രാഗൺ സ്റ്റോണിലേക്കൊക്കെ വന്നത്. അങ്ങനെ വന്ന് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏഗോൺ ടാർഗേറിയൻ ഈ ഒരു വെസ്റ്ററോസ് ഫുള്ളായിട്ട് കീഴടക്കി ഈ ഒരു കിങ്സ് ലാൻഡിങ്ങും അയൺ ത്രോണൊക്കെ ഉണ്ടാക്കി എന്നിട്ട് കയറിയിരുന്നത്. സോ ഇതാണ് ഇവരുടെ ആ ഒരു ആൻസെസ്ട്രൽ ഹോം ആയിരുന്നു ഒരു വലേറിയ. അതിനെ പറ്റിയിട്ടായിരുന്നു ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡെയ്മൺ മറ്റേ വെയിലിലേക്ക് പോകുന്നൊരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ലേഡി ജെയിൻ ആയിരുന്നുണ്ട് ഇപ്പോൾ വെയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെയിലിൻ്റെ അകത്തുള്ള സീക്വൻസുകളൊക്കെ ഐ തിങ്ക് ഇപ്പോഴായിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നു. അത് പല സമയത്തും പലർക്കും ഇതിലെ പല സീക്വൻസുകളും നമുക്ക് പെട്ടെന്ന് ഗെയിം ഓഫ് ത്രോൺസ് ഓർമ്മ വരുന്ന പോലെയാണ്. കാരണം ആ അകത്തുള്ള ആ ഒരു വെല്ലുണ്ടല്ലോ, ഈ ഒരു വെയിലിനകത്ത് ഈ രാജ്ഞി ഇരിക്കുന്നതിൻ്റെ തൊട്ടും ഒരു കിണർ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. ആക്ച്വലി അതൊരു കിണറല്ല, തുറന്നാൽ നേരെ താഴോട്ടാണ്. നമ്മുടെ ടിറിയൻ ലാനിസ്റ്ററിനൊക്കെ പേടിപ്പിക്കാനും കുറേ പേര് അവിടെ വെച്ചിട്ടൊരു കുഞ്ഞ് ബാറ്റിൽ തന്നെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഗെയിം ഓഫ് ത്രോൺസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അതൊരു റീക്രിയേറ്റ് ചെയ്ത് ഒരു സെറ്റപ്പാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അത്ര ഒരു റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. മറ്റേ ഇവർ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടൊരു കിണർ പോലത്തെ പോലെ ഉണ്ട്, മറ്റേത് ഒറിജിനലി അങ്ങനെ ഒരു കാസിൽ അവിടെ ഉള്ള പോലെയായിരുന്നു. ആ ഒരു വെയിലിന് കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. ഈവൺ അതിൻ്റെ ആ ഒരു പ്രിസൺ സെറ്റപ്പിലുണ്ട്. ഇപ്പോൾ ടിറിയനൊക്കെ ജയിലിലടക്കിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ജയിൽ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഓപ്പണാണ്, അതായത് നേരെ കൊക്കയാണ്, ചിലപ്പോൾ ഉരുണ്ടുപോയാൽ നേരെ താഴോട്ട് പോകും. അങ്ങനത്തെ ഒരു മലയുടെ മേലെയാണല്ലോ ഈ വെയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു സാധനത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു സീനായിരുന്നു അതിൽ മെയിനായിട്ട്. ആ ഒരു വെല്ലിന് ചുറ്റും ഈ ഒരു ഡെയ്മൺ നിൽക്കുന്നതും ഒരു രാജ്ഞിനെ കണ്ട് സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള സീൻ. ആൻഡ് ഒരു കുഞ്ഞി ഒരു ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ ഡെയ്മൺ കുറച്ച് പൈസ എടുത്തിട്ട് വരുന്നുണ്ട് തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വെയിലിൽ നിന്ന്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണ് കറാക്സസ്, ഡെയ്മണിൻ്റെ ഡ്രാഗണായ കറാക്സസ് നേരെ മറ്റേ ഷീപ്പ് സ്റ്റീലറിനെ കാണാൻ പോകുന്നത്. അവിടെ വെച്ചിട്ടായിരുന്നു ഒരു കോൺഫ്രണ്ടേഷൻ. ഷീപ്പ് സ്റ്റീലർ ഒരു വൈൽഡ് ഡ്രാഗണാണ്. സോ വൈൽഡ് ഡ്രാഗണും ഈ ഡ്രാഗണും തമ്മിൽ രണ്ട് ഡ്രാഗൺസ് തമ്മിലും പറ്റൂല. അതിൻ്റെ ഇടയിൽ അവിടെ വെച്ചായിരുന്നു ഈ റെയിനെയാണ് ഈ ഒരു ഷീപ്പ് സ്റ്റീലറിനെ റൈഡ് ചെയ്തതും അല്ലെങ്കിൽ റൈഡറായിട്ടുണ്ടായിരുന്നു. ഈ റെയിന് കാരണമാണ് നമ്മുടെ ജെയ്സൊക്കെ മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഡെയ്മൺ മനസ്സിലാക്കുന്നത്. പക്ഷേ മകളാണ്, സ്വന്തം മകളാണ് ഡെയ്മണ്ട്. അറിഞ്ഞ പ്രശ്നമാണ്, അറിഞ്ഞ അപ്പം തലെടുക്കും.
സോ അതുകൊണ്ട് എന്തെങ്കിലും രക്ഷപ്പെടുത്തണ്ടേന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ആടുകളെയും കൊണ്ട് പോയ ഷെപ്പേർഡിൻ്റെ തലയെടുത്തിട്ട് ഈ ചങ്ങായി വന്നത്. അത് കൊണ്ടുവന്ന് റെനേറയ്ക്ക് കാണിച്ചിട്ട് ഇതായിരുന്നു റൈഡർ എന്ന് പറഞ്ഞ് ഒരു തരത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു ഡെയ്മൺ. ഇത് കഴിഞ്ഞ് നമ്മുടെ റെനേറിയ നമ്മുടെ ഉൾഫൈറ്റിനെ കാണുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. ഉൾഫൈറ്റിന് മെയിൻലി കുറേ ഇപ്പോൾ ഒരു നൈറ്റ് ആയാലും നൈറ്റ് ഫുഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഫേമസ് എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിലേക്ക് ബാറിലും പബ്ബിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു സെറ്റപ്പ്. സോ ഈ ചങ്ങായി കുറേ പരിചയമുള്ള കുറേ ആൾക്കാർ അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ റെനേറിയ അപമാനിച്ചു വിടുകയാണ് ചെയ്തത്. ഇങ്ങനത്തെ കുറച്ച് സീക്വൻസുകളുണ്ട്. അതായത് ഈ ഡ്രാഗൺ സീഡ്സിന് കുറച്ച് അപമാനമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സീക്വൻസുകളായിട്ട് കിട്ടിയിട്ടുള്ളത്. മറ്റേ കോർലിസിൻ്റെ മകനെ അപമാനിച്ചു വിട്ടു, പേരിടാൻ പറഞ്ഞിട്ട് ഇട്ടില്ല. ഹ്യൂ ഹാമറിന് വേണ്ട റെക്കഗ്നേഷൻ കൊടുക്കുന്നില്ല. ഓൾറെഡി മൂപ്പറുടെ ഭാര്യ അവിടെ ഉണ്ട്. സോ ആ സ്ഥലം ഒന്ന് രക്ഷിക്കപ്പെടുത്താനോ ഒന്നും മൂപ്പർക്ക് പറ്റിയിട്ടില്ല. ദെൻ ഉൾഫൈറ്റിന് ഈ പറഞ്ഞ പോലെ ഫുൾ മുഖത്ത് നോക്കിയ അപമാനം, അതായത് നിർത്തിയങ്ങ് അപമാനിക്കുക, ആ സെറ്റപ്പുകളൊക്കെ തന്നെയാണ്. സോ ഡ്രാഗൺ സീഡ്സിന് ഫുള്ളായിട്ട് ഒരു അത്ര അങ്ങോട്ട് ശരിയല്ല എന്നുള്ള സീക്വൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നിവൃത്തിയില്ലാതെ ഉൾഫൈറ്റ്, മറ്റേ ക്യൂൻ ഓഫ് ബാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാണ് ഈ നാട്ടിലെ ആൾക്കാരെ റെനേറിയെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞ് നാട്ടിൽ ഫുൾ എഴുതി വെച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. സോ ഇത് കേട്ടതും റെനേറിയ അത് ആര് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വിടുന്നുണ്ട്. സോ ഈ സമയത്ത് പാരലി 2 സീക്വൻസുകൾ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് അറ്റ് എ ടൈം കിങ്സ് ലാൻഡിങ്ങിൽ എന്ത് നടക്കുന്നു, ടംബിൾ ടൗണിൽ എന്ത് നടക്കുന്നു. ടംബിൾ ടൗണിൽ ഗ്രീൻസിൻ്റെ ആർമി ഉണ്ട്, ഇവിടെ ബ്ലാക്സിൻ്റെ ആർമി ഉണ്ട്. ഈ 2 ആർമി കാരണവും കഷ്ടപ്പെടുന്നത് നാട്ടുകാരാണ് അല്ലെങ്കിൽ സ്മോൾ ഫോക്സ് ആണ് എന്ന് കാണിക്കുന്ന ഒരു സീക്വൻസ് പാരലി കാണിച്ചത് അടിപൊളിയായി. ഇപ്പോൾ ആരൊക്കെ തന്നെ വന്നാലും, ഇപ്പോൾ ഗ്രീൻസ് ഇവിടെ ഭരിക്കുന്ന സമയത്തും ബ്ലാക്സ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് 2 സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. നാട്ടുകാർക്ക് പ്രശ്നമാണ്, നാട്ടുകാർക്ക് ഉറക്കില്ല. ഇവരുടെ ഈ ഒരു മാതിരി പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ആ ഒരു വേറെ ആരെ പറ്റി പറയാൻ പാടില്ല, ഒരു ഒപ്പോസ് ചെയ്യാൻ പാടില്ല എന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഇത് കാരണം 2 സൈഡിലും അഫക്റ്റ് ചെയ്യുന്നുള്ളത് നല്ല നീറ്റായിട്ട് ഇവർ കാണിച്ചു പോകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു എപ്പിസോഡിൻ്റെ അവസാനമായിരുന്നു നമ്മുടെ ഓർമൺ ഹൈടവറിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പരുടെ മെയിൻ ഉദ്ദേശം ഇനിയിപ്പോൾ എയ്മണ്ട് വരില്ല എന്നറിഞ്ഞു, എയ്ഗോണും ഇല്ല. സോ ഹൈടവർ ആർമി ഫുള്ളായിട്ട് ഇനിയിപ്പോൾ എന്തിനാണ് ഇപ്പോൾ യുദ്ധത്തിന് വന്നുള്ളൊരു സെറ്റപ്പാണ്. പക്ഷേ മൂപ്പർ കുറേ കാലമായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്ന ഡെയ്റോൺ ടാർഗേറിയൻ മൂപ്പരുടെ കയ്യിലുണ്ട്. ഇവരെ പിടിച്ച് മറ്റേ രാജാവാക്കണം എന്നുള്ള സെറ്റപ്പാണ് മൂപ്പർ അവസാനം റിവീൽ ചെയ്തത്. ആൻഡ് അതിനു വേണ്ടി ആ ചക്കനെ അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന സീക്വൻസ് നമ്മൾ കണ്ടതാണ്. ഒരാളെ കൊണ്ട് കൊല്ലിപ്പിക്കുന്നുണ്ട് അവനെ കൊണ്ട്. സോ ഓർമണ്ടിൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്. മൂപ്പർ ആക്ച്വലി ഇപ്പോൾ ഉള്ള സ്ഥലം തന്നെ ഒരു സ്ട്രാറ്റജിക് പോയിൻ്റായിട്ട് തന്നെ മാറി. കാരണം ടംബിൾ ടൗൺ റെനേറിയയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്, കിങ്സ് ലാൻഡിങ്ങിന് അടുത്തുള്ള സ്ഥലമാണ്. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് കിങ്സ് ലാൻഡിങ്ങിലേക്ക് മാർച്ച് ചെയ്യാം പെട്ടെന്ന് തന്നെ. ഒരു ഡ്രാഗൺ ഉണ്ട്, ടെസാറിയൻ എന്ന് പറഞ്ഞൊരു ഡ്രാഗൺ ഉണ്ട് ഡെയ്റോണിൻ്റെ കയ്യിൽ. ഈ കൂടെ ഉള്ളത് അടുത്ത രാജാവാൻ വേണ്ടിയിട്ടുള്ളൊരു പയ്യനുണ്ട് എന്ന് പറഞ്ഞ് നാട്ടുകാരെ ആക്കാം. ദെൻ റെനേറിയ എങ്ങനെ പോയാലും ടംബിൾ ടൗൺ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം റെനേയുടെ സപ്പോർട്ടേഴ്സായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് അവിടെ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ റെനേറിയ അവിടെ എന്തെങ്കിലും ചെയ്താൽ മറ്റേ നമ്മുടെ കലീസിയൊക്കെ വന്ന് റെയിൻ ഫയർ നടത്തിയ പോലെ ഡ്രാഗണെ വെച്ച് അവിടെ ഫുൾ കരിയിച്ച് വിട്ടാൽ നാട്ടുകാരും ഫുൾ മരിക്കും. സോ കിങ്സ് ലാൻഡിങ്ങിലുള്ള ആൾക്കാർ മുഴുവൻ പ്രക്ഷോഭത്തിന് ഇറങ്ങും. സോ അങ്ങനെ ഒരു പൊളിറ്റിക്കലി ഒരു സ്ട്രാറ്റജിക് പോയിന്റിലാണ് ഇപ്പോൾ ഓർമണ്ട് ഉള്ളത്. സോ ഈ ഓർമണ്ടിൻ്റെ പ്ലാൻ സക്സസ് ആവുമല്ലോ എന്നൊക്കെ നമുക്ക് തൊട്ടടുത്ത എപ്പിസോഡിൽ കാണാം. ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൻ്റെ 5ാമത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ ബാറ്റിലാണ് അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് മറ്റേ ഈ ടംബിൾ ടൗണിൽ ഞാൻ പറഞ്ഞില്ല കുറേ ബാറ്റിൽസ് നടക്കാറുണ്ട്. ആക്ച്വലി ഇത് സാക്ക് ചെയ്യുന്നത് ഒരു വലിയ ബാറ്റിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ബാറ്റിൽ, സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടംബിൾ ടൗൺ, അങ്ങനത്തെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സീക്വൻസുകളും ഇവൻസ് ഒക്കെ ഈ ടംബിൾ ടൗണിൽ നടക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരു എപ്പിസോഡിന് ടംബിൾ ടൗൺ എന്നൊരു പേരിട്ടത്. സോ അതൊക്കെ ഇനി ഒരു എപ്പിസോഡിലായിരിക്കും നമുക്ക് കാണാൻ പോകുന്നുണ്ടാവുക. സോ ഈ ഒരു എപ്പിസോഡിലും കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ തന്നെ ഈ കിങ്സ് ലാൻഡിങ് പിടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ബാക്കിയുള്ള സ്ട്രാറ്റജീസ് ഒക്കെയാണ് കണ്ടതെങ്കിൽ ഇനി അങ്ങോട്ട് കുറേ വാറുകൾ നമുക്ക് വരാതിരിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിലൊക്കെ തന്നെ അത് പ്രോമിസ് ചെയ്യണമെന്ന് തോന്നുന്നു. സോ ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു അവസാന സമയത്ത് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ റാമിൻ കൊടുത്ത ആ ഒരു മ്യൂസിക് ഉള്ള പോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൻ്റെയും ഈ ഒരു അവസാനം ഈ ഒരു ഓർമണ്ടിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നൊരു സീൻ ഉണ്ടല്ലോ, ഓർമണ്ട് ഡെയ്റോണെ കൺവേർട്ട് ചെയ്യുന്നൊരു സീക്വൻസിൽ ഒരു ഡ്രം ബീറ്റ് കൊടുത്തിട്ടുണ്ട് മറ്റേ റാമിൻ. അത് കിഡിലും മ്യൂസിക് ആയിരുന്നു. നല്ല സൗണ്ട് ഡിസൈൻസും ഇങ്ങനെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല, ഒന്ന് നോക്കുമ്പോഴാണ് ഇത് സംഭവം നമ്മുടെ ആ ഒരു സീനിന് എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കുറേ സാധനങ്ങൾ ഇതിൽ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. റിപ്പീറ്റേഷൻ അല്ല, പുതിയ സാധനങ്ങളാണ് ചങ്ങായി ചെയ്ത് വയ്ക്കുന്നത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത്. സോ ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോഴുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.